ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നോബൽ പുരസ്കാരത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നോബൽ പുരസ്കാരങ്ങൾ 6 മേഖലകളായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സാഹിത്യം. 2. സമാധാനം. 3. സാമ്പത്തിക ശാസ്ത്രം. 4. ഭൗതിക ശാസ്ത്രം. 5. രസതന്ത്രം. 6. വൈദ്യശാസ്ത്രം. ഇപ്പോൾ 2025 ഒരു നോബൽ പുരസ്കാരത്തിൽ ഒരു മേഖലയ്ക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ മേഖലയാണ് സമാധാനം. സമാധാനത്തിനാണ് ഇപ്പോൾ ലഭിച്ചത്. അത് ലഭിച്ചത് ലീല കൊറിയ മച്ചോഡോയ്ക്കാണ്. ലീല കൊറിയ മച്ചോഡോയ്ക്ക്. നോബൽ പുരസ്കാരം ആദ്യമായി കൊടുത്തു തുടങ്ങിയ വർഷം 1901 1901 ആദ്യമായി ഇന്ത്യയിൽ നിന്ന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിനാണ്. രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യ മേഖലയ്ക്കാണ് അത് ലഭിച്ചത്. 1913 1913. അതുകൂടാതെ നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഇനി രണ്ടാമത് ലഭിച്ച ഇന്ത്യക്കാരൻ CV രാമനാണ്. അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച വർഷം 1930 1930. ഇനി മൂന്നാമത് ലഭിച്ച ഇന്ത്യക്കാരൻ ഹർഗോവിന്ദ് ഖുറാനയ്ക്കാണ്. അദ്ദേഹത്തിന് ലഭിച്ച വർഷം 1968 1968. ഹർഗോവിന്ദ് ഖുറാനയ്ക്ക് ഏത് മേഖലയിലാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിനാണ്. വൈദ്യശാസ്ത്രത്തിന്. ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെ നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ആരാണ്? അത് മദർ തെരേസയാണ്. പാവങ്ങളുടെ അമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന മദർ തെരേസയാണ്. മദർ തെരേസയ്ക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ച വർഷം 1979 1979. മദർ തെരേസയ്ക്ക് ഏത് മേഖലയിലാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ സമാധാനത്തിലാണ് മദർ തെരേസയ്ക്ക് ലഭിച്ചത്. ഇന്ത്യയിൽ നോബൽ സമ്മാനം ലഭിക്കുന്ന എത്രാമത്തെ ആളാണ് മദർ തെരേസ? 4ാമത്തെ ആളാണ് മദർ തെരേസ. ഇനി നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 5ാമത്തെ ഇന്ത്യക്കാരൻ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറാണ്. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച വർഷം 1983 1983. ഇനി നോബൽ പുരസ്കാരം ലഭിക്കുന്ന 6ാമത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അമർത്യ സെൻ ആണ്. അദ്ദേഹത്തിന് ഏത് മേഖലയ്ക്കാണ് ലഭിച്ചത് എന്ന് വെച്ചാൽ സാമ്പത്തിക ശാസ്ത്രം. ലഭിച്ച വർഷം 1998 1998. ഇനി നോബൽ പുരസ്കാരം ലഭിക്കുന്ന 7ാമത്തെ ഇന്ത്യക്കാരൻ വെങ്കിട്ടരാമൻ രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച വർഷം 2009 2009. അദ്ദേഹത്തിന് ലഭിച്ച മേഖല രസതന്ത്രം. നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 8ാമത്തെ ഇന്ത്യക്കാരൻ കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്
നോബൽ പുരസ്കാരം ലഭിച്ച വർഷം 2014 2014. അതുകൂടാതെ മലാല യൂസഫ്സായുമായി നോബൽ പുരസ്കാരം പങ്കിട്ട ഇന്ത്യക്കാരൻ കൂടിയാണ് കൈലാഷ് സത്യാർത്ഥി. 9ാമത്തെയും ഏറ്റവും അവസാനത്തെയും ഇന്ത്യയിൽ നിന്ന് നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അഭിജിത്ത് ബാനർജി. അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച വർഷം 2019 2019. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത ക്ലാസ്സുമായി കാണാം. ബൈ.